ഹജ്ജ് കർമ്മങ്ങളുടെ ആദ്യ ദിവസമായ ഇന്ന് തീർത്ഥാടകർ ഉള്ളത് തമ്പുകളുടെ നഗരമായ മിനായിലാണ്. മുൻ വർഷങ്ങളെക്കാൾ മെച്ചപ്പെട്ട സൗകര്യമാണ് മിനായിൽ ഒരുക്കിയിട്ടുള്ളത്. നാളെ നടക്കുന്ന അറഫ സംഗമത്തിനായി ഇന്ന് രാത്രി മുതൽ തീർത്ഥാടകർ യാത്ര തിരിക്കും. അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി തീർത്ഥാടക ലക്ഷങ്ങൾ മിനായിൽ തമ്പടിച്ചിരിക്കുകയാണ്. മക്കയിലെ താമസ സ്ഥലങ്ങളിൽ നിന്നും മിനായിലേക്ക് ഇന്നലെ രാത്രി ആരംഭിച്ച പ്രയാണം ഇന്ന് ഉച്ചയോടെയാണ് ഏതാണ്ട് പൂർത്തിയായത്. അനധികൃത ഹാജിമാരെ തടയാൻ കനത്ത സുരക്ഷയിലാണ് തീർത്ഥാടകരെ മിനായിലെത്തിച്ചത്. മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യയിൽ നിന്നുള്ള പല തീർത്ഥാടകരും ഇന്നാണ് മിനായിലെത്തിയത്. തമ്പുകളിൽ പ്രാർത്ഥനകളും മറ്റു ആരാധനാ കർമ്മങ്ങളുമായി കഴിയുകയാണ് തീർത്ഥാടകർ. ശരിക്കും നമ്മൾ വിചാരിച്ചതിനേക്കാളും അൽഹംദുലില്ലാ അള്ളാഹുവിനെ എത്ര സ്തുതിച്ചാലും മതിയാവില്ല. നല്ല രീതിയിലുള്ള ഒരു വെൽക്കമാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അതുപോലെ നമുക്ക് വീൽ ചെയറിന്റെ ആവശ്യം വന്നപ്പോഴത്തേക്കും വീൽ ചെയർ പൊന്തി തരാനും എല്ലാത്തിനും ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. ബാത്റൂം ഒക്കെ വളരെ അടുത്താണ്, വളരെ നീറ്റാണ് അൽഹംദുലില്ലാ സോഫാർ. അതുപോലെ തന്നെ ജംറയുടെ വളരെ അടുത്ത് തന്നെയുള്ള ടെന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാത്തിനും അള്ളാഹുവിനോട് സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി വഴിയെത്തിയ തീർത്ഥാടകരെല്ലാം ഇത്തവണ മിനായുടെ പരമ്പരാഗത അതിർത്തിക്കുള്ളിലാണ് താമസം. സ്വകാര്യ ഗ്രൂപ്പുകളിലെ ഭൂരിഭാഗം തീർത്ഥാടകരും അതിർത്തിക്ക് പുറത്ത് ന്യൂ മിനായിലുമാണ്. എന്നാൽ സ്വകാര്യ ഗ്രൂപ്പിലെ ചില തീർത്ഥാടകർക്ക് അതിർത്തിക്കുള്ളിൽ തന്നെ താമസ സൗകര്യം ലഭിച്ചിട്ടുണ്ട്. മുൻ വർഷങ്ങളെക്കാൾ മെച്ചപ്പെട്ട സേവനമാണ് ഇത്തവണ തമ്പുകളിൽ ലഭിക്കുന്നത്. താമസ സൗകര്യവും ഭക്ഷണവുമെല്ലാം ഏറെ മെച്ചപ്പെട്ടു. നാളെയാണ് അറഫ സംഗമം. ഇതിനായി ഇന്ന് രാത്രിയോടെ തന്നെ തീർത്ഥാടകർ മിനായിൽ നിന്ന് യാത്ര തിരിക്കും. മിനായിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.